മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. മറ്റുള്ളവരെ പ്രശംസ കിട്ടാൻ വേണ്ടിയും നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലാണ് യേശു ഇത് പറയുന്നത്. എന്നാൽ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശു പറയാണ്, നിങ്ങളുടെ പ്രകാശം മറ്റുള്ളവരെ മുൻപിൽ പ്രകാശിക്കട്ടെ. നിങ്ങൾ ചെയ്യുന്ന നന്മകൾ കണ്ടിട്ട് മറ്റുള്ളവർ തിരിച്ചറിയട്ടെ, നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വചനങ്ങളും തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളില്ല. എന്നാൽ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഈശോ പറയണ 3 കാര്യങ്ങൾ വളരെ പ്രത്യേകമായിട്ട് മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങൾ കാണിക്കാൻ വേണ്ടി ചെയ്യരുത്. ഒന്ന്, നിങ്ങൾ ചെയ്യുന്ന നന്മ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാകരുത്. കാരണം നന്മ എപ്പോഴും നമ്മുടെ ഹൃദയത്തിന്റെ നിറവിൽ നിന്ന് വരണം. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ നിറവിൽ നിന്ന് വരുന്നതല്ല, നമ്മുടെ പ്രശംസയ്ക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെയാവരുത് നന്മ ചെയ്യേണ്ടത്. നന്മ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരണം. 2, നമ്മൾ ഭിക്ഷാടനം കൊടുക്കുമ്പോൾ അത് മറ്റുള്ളവരെ കാണിക്കരുത്. അത് നമുക്ക് വേണ്ടിയല്ല, ഭിക്ഷാടനം സ്വീകരിക്കുന്ന വ്യക്തിയുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരാൾക്കും മറ്റൊരാളെ ആശ്രയിച്ച് ജീവിക്കുന്നതും ഭിക്ഷാടനം നടത്തുന്നതും ഇഷ്ടമല്ലല്ലോ. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ആ വ്യക്തിയുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി മറ്റുള്ള ഒരാളെയും അറിയിക്കരുത്. 3, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതും ബാക്കിയുള്ളവരെ അറിയിക്കരുത്. കാരണം ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഭാര്യ ഭർത്തൃ ബന്ധം പോലെയാണ്. വളരെ രഹസ്യാത്മകമായി അവരും മാത്രം പരസ്പരം സ്നേഹത്തിൽ ഒന്നായിരിക്കുന്ന ബന്ധം പോലെയാണ് ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം, എൻ്റെ പ്രാർത്ഥനാ സമയം. അത് നാട്ടുകാരെ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. അവിടെ ഞാനും ദൈവം മാത്രം പോലെ. അപ്പൊ ഈ 3 കാര്യങ്ങളിൽ ഈശോ പറയാണ്, നിങ്ങൾ നാട്ടുകാരെ ആരും അറിയിക്കേണ്ട, നിങ്ങൾ മാത്രം മതി. എന്നാൽ ബാക്കി എല്ലാ നന്മകളും നിങ്ങൾ മറ്റുള്ളവർ കാണുക തന്നെ ചെയ്യുക. അങ്ങനെ മറ്റുള്ളവരെല്ലാവരും അറിയട്ടെ നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളാണെന്ന്.